ഫീൽഡ് മാർഷൽ എന്ന പദവി വിശിഷ്ട സേവനത്തിനുള്ള അംഗീകാരമായി സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നൽകുന്ന സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പാകിസ്ഥാൻ 2 തവണ മാത്രമേ ഫീൽഡ് മാർഷൽ പദവി നൽകിയിട്ടുള്ളൂ. ആദ്യം ആയൂബ് ഖാന്, രണ്ടാമതായി കരസേനാ മേധാവിയായിരുന്ന അസീം മുനീറിന്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അസീം മുനീർ നൽകിയ സംഭാവനകൾക്കാണ് ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്. ഇതോടെ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ സൈന്യത്തിനുള്ള സ്വാധീനവും പ്രകടമാവുകയാണ്. പേൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി ഉണ്ടായ സംഘർഷങ്ങൾ പാകിസ്ഥാനിൽ രാഷ്ട്രീയപരവും അതുപോലെ സൈനികപരവുമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടയിൽ പാക് സൈനിക മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു മുൻപ് പാകിസ്ഥാനിൽ സൈനിക മേധാവിത്വം ഫീൽഡ് മാർഷൽ പദവി അലങ്കരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കാം. 1959 അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ഇസ്കന്ദർ മിർസ ജനാധിപത്യത്തിൽ നിരാശനായ അന്നത്തെ പാക് സൈനിക മേധാവി ആയൂബ് ഖാനെ പട്ടാള നിയമം ഏർപ്പെടുത്താൻ ക്ഷണിച്ചു. ആയൂബ് ഖാനെ നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമെന്ന മുൻവിധിയോടെയാണ് ഇസ്കന്ദർ മിർസ അദ്ദേഹത്തെ പട്ടാള ഭരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ രൂപീകൃതമായതിനു ശേഷം തികഞ്ഞ അരാജകത്വം നേരിടുകയായിരുന്നു രാജ്യം. നിരന്തരമായ അവിശ്വാസ പ്രമേയങ്ങളും സഖ്യകക്ഷികളുടെ തകർച്ചയും അതുപോലെ പാർലമെന്ററി സംവിധാനത്തിന്റെ തകർച്ചയും പാകിസ്ഥാനെ തളർത്തി. ഇസ്ലാമാബാദിലും കിഴക്കൻ പാകിസ്ഥാനിലും ഇപ്പോഴത്തെ ബംഗ്ലാദേശിലും സർക്കാരിന് സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു. രൂപീകരണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭരണ നേതൃത്വങ്ങൾ മാറി മാറി വന്നു. പെട്ടെന്നുള്ള നേതൃമാറ്റങ്ങൾക്ക് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു. 1947 1958 ഇടയിൽ 7 പ്രധാനമന്ത്രിമാർ വന്നുപോയി. ഇതിൽ ഒരാൾ പോലും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. പാർലമെന്റ് അസ്ഥിരതയിലും വളർന്നുവരുന്ന സൈനിക മേധാവിത്വത്തിലും ജനാധിപത്യം ദുർബലമായി തുടർന്നു. ഒരിക്കൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമായിരുന്ന മുസ്ലിം ലീഗ് പിളരുകയും നിലം നഷ്ടപ്പെടുകയും ചെയ്തു. MA ജിന്നയുടെയും ലിയാഖത്ത് അലി ഖാന്റെയും മരണത്തോടെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥർ അധികാരത്തിലെത്തുകയും ചെയ്തു. 1956 ഒരു പുതിയ ഭരണഘടനയിലൂടെ പാകിസ്ഥാൻ റിപ്പബ്ലിക് ആയെങ്കിലും രാഷ്ട്രീയ സ്ഥിരത കൈവരിക്കുന്നതിൽ അപ്പോഴും രാജ്യം പരാജയപ്പെട്ടു. ഇതോടെ ഇസ്കന്ദർ മിർസ 1956 ഭരണഘടന നിർത്തലാക്കുകയും പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. 1958 ഒക്ടോബർ 7 ജനറൽ ആയൂബ് ഖാനെ ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. പ്രസിഡന്റ് പദവിയിലിരുന്ന് താൻ ചരട് വലിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന വിശ്വസ്തനായ കീഴുദ്യോഗസ്ഥനായിരിക്കും ആയൂബ് ഖാൻ എന്നാണ് മിർസ കരുതിയത്. എന്നാൽ ആയൂബിന്റെ നീക്കങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. പാകിസ്ഥാന്റെ ആദ്യത്തെ സൈനിക ഭരണാധികാരിയായി ആയൂബ് ഖാൻ സ്വയം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഇതിലെ ശ്രദ്ധേയമായ കാര്യം ഇതാണ്. 1959 ആയൂബ് അധികാരം ഏറ്റപ്പോൾ തന്നെ അധികാരത്തിൽ പിടിയുറപ്പിക്കാനായി അദ്ദേഹം ആദ്യം ചെയ്തത് സ്വയം ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയെന്നതാണ്. സൈനിക സിവിലിയൻ നേതൃത്വത്തിന് മുകളിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നീക്കം പ്രതീകാത്മകവും രാഷ്ട്രീയപരവുമായിരുന്നു. മാധ്യമ സെൻസർഷിപ്പും പ്രസിഡന്റ് സംവിധാനങ്ങളിൽ കടുത്ത നിയന്ത്രണവും ആയൂബ് ഖാൻ കൊണ്ടുവന്നു. സൈനിക പിന്തുണയോടെയുള്ള അദ്ദേഹത്തിന്റെ ഭരണം പാകിസ്ഥാനിൽ 1969 വരെ നീണ്ടു. പാകിസ്ഥാനിൽ പതിറ്റാണ്ടുകളുടെ സൈനിക ആധിപത്യത്തിന് അടിത്തറ പാകിക്കൊണ്ടുള്ളതായിരുന്നു ആയൂബ് ഖാന്റെ ഭരണം. 2025 എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇതാ വീണ്ടും ഒരു പുതിയ ഫീൽഡ് മാർഷലിനെ ലഭിച്ചിരിക്കുകയാണ്, ജനറൽ അസീം മുനീർ. ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാന് മേൽക്കോയ്മ നഷ്ടപ്പെടുകയും കനത്ത നഷ്ടം അഭിമുഖീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിന് പിന്നാലെയാണ് സൈനിക മേധാവി അസീം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. മെയ് 20 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ മന്ത്രിസഭ ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് മുനീറിന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകളെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസംഗം നടത്തുന്നതിലും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തിലേക്ക് നയിച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെയും അദ്ദേഹം പ്രസംഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഫീൽഡ് മാർഷൽ പദവി ഇപ്പോൾ പ്രതീകാത്മകമാണെങ്കിലും സൈന്യം പ്രകടനം നടത്തുകയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഈ നീക്കം ആയൂബ് ഖാനെ കുറിച്ചും പാകിസ്ഥാൻ ഒരു കാലത്ത് സ്വജാധിപത്യത്തിലേക്ക് വഴുതി വീണതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ്.